ഇരിക്കുന്ന കെമിക്കൽ റിയാക്ഷൻ രാസപ്രവർത്തനങ്ങളെ സംയോജന രാസപ്രവർത്തനം കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ആദേശ രാസപ്രവർത്തനം, ദ്വയ വിഘടന രാസപ്രവർത്തനം, വിഘടന രാസപ്രവർത്തനം എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, പട്ടികപ്പെടുത്താം. ആദ്യത്തെ റിയാക്ഷൻ നോക്കൂ. സിങ്ക് പ്ലസ് FeSO4 ഗീവ്സ് ZnSO4 പ്ലസ് Fe. ഈ ഒരു റിയാക്ഷൻ കാണുമ്പോൾ തന്നെ അത് ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്? A പ്ലസ് BC ഗീവ്സ് AC പ്ലസ് B അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി Feയുടെ സ്ഥാനത്തേക്ക് ആര് വന്ന് കയറിയിരുന്നു? സിങ്ക് ആറ്റം വന്ന് കയറിയിരുന്നു, അല്ലെങ്കിൽ ആദേശം ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് നടന്നു. അപ്പോൾ ഇത് ഏത് റിയാക്ഷനാണ്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ആദേശ രാസപ്രവർത്തനം അല്ലേ? വേറെ കോമ്പൗണ്ട്സ് ഒന്നും എക്സ്ട്രാ ആയിട്ടൊന്നും വന്നില്ല. റിയാക്റ്റൻസിലുള്ളവർ തന്നെയാണ് പ്രൊഡക്റ്റിലുള്ളത്. പക്ഷെ എന്ത് മാത്രമേ സംഭവിച്ചുള്ളൂ? Feയുടെ സ്ഥാനത്തേക്ക് സിങ്ക് വന്ന് ഡിസ്പ്ലേസ് ചെയ്ത് കയറിയിരുന്നു. അപ്പോൾ അത് ഏത് പ്രവർത്തനമാണ്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ആദേശ രാസപ്രവർത്തനം. രണ്ട് നോക്കൂ. NaCl പ്ലസ് AgNO3 ഗീവ്സ് NaNO3 പ്ലസ് AgCl. അപ്പോൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ തരുമ്പോൾ നമുക്ക് ഏത് ഫോർമാറ്റാണെന്ന് മനസ്സിലായി? AB പ്ലസ് CD ഗീവ്സ് AD പ്ലസ് CB അല്ലേ? ആ ഫോർമാറ്റ് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലായത് എന്താണ്? ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ദ്വയ വിഘടന രാസപ്രവർത്തനം. നോക്കൂ, NAയും CLഉം. CL ആരുടെ കൂടെ പോയി? AGയുടെ കൂടെ പോയി. AgCl എന്ന് പറഞ്ഞ ഉൽപ്പന്നമുണ്ടായി. ഇനി AGയുടെ കൂടെ ഇരുന്ന NO3 NAയുടെ കൂടെ പോയി. NaNO3 എന്ന് പറയുന്ന ഉൽപ്പന്നമുണ്ടായി അല്ലേ? അപ്പോൾ ഇതെന്താണ്? NaCl വിഘടിക്കുന്നു, AgNO3യും വിഘടിക്കുന്നു. ഇവിടെ എന്താണ്? ഡബിൾ ഡീകമ്പോസിഷൻ, ദ്വയ വിഘടനമാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെയാണ് ഉൽപ്പന്നങ്ങൾ ഉണ്ടായത്. അപ്പോൾ ഇത് ഏത് റിയാക്ഷനാണ്? ഈ രാസപ്രവർത്തനം ഏതാണ്? ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ദ്വയ വിഘടന രാസപ്രവർത്തനം. അഞ്ചാമത്തെ നോക്കൂ. ഇതെന്താണ്? ഒരു ദ്വയ വിഘടന രാസപ്രവർത്തനത്തിന്, ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷന് എക്സാമ്പിൾ ആണ് അല്ലേ? ഇനി മൂന്നാമത്തെ 2PbNO3 ടോയ്സ് 2PbO പ്ലസ് 4NO2 പ്ലസ് O2. അത് കാണുമ്പോൾ നമുക്ക് എന്താ മനസ്സിലായി? റിയാക്റ്റൻ സൈഡിൽ ഒരു സംയുക്തമേ ഉള്ളൂ. അത് വിഘടിച്ചാണ് ഇവിടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ, വിഘടന രാസപ്രവർത്തനം. അപ്പോൾ റിയാക്റ്റൻ സൈഡിൽ ഒരു സംയുക്തമേ, അല്ലെങ്കിൽ അഭികാര്യങ്ങളുടെ സൈഡിൽ ഒരു കോമ്പൗണ്ടേ കാണത്തുള്ളെങ്കിൽ അതെന്തായിരിക്കും? ഡീകമ്പോസിഷൻ റിയാക്ഷൻ, വിഘടന രാസപ്രവർത്തനമായിരിക്കും. ആറാമത്തെ അപ്പോൾ എന്താണ്? വിഘടന രാസപ്രവർത്തനത്തിൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. ഇനി നാലാമത്തെ നോക്കൂ. H2 പ്ലസ് I2 ഗീവ്സ് 2HI. അപ്പോൾ എന്താണ്? പ്രൊഡക്റ്റ് സൈഡിൽ ഒരു ഉൽപ്പന്നമേ, പ്രൊഡക്റ്റ് സൈഡിൽ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ സൈഡിൽ ഒരു സംയുക്തമേ കാണുന്നുള്ളെങ്കിൽ അതെന്താണ്? സംയോജന രാസപ്രവർത്തനമായിരിക്കും, അല്ലെങ്കിൽ കോമ്പിനേഷൻ റിയാക്ഷൻ ആയിരിക്കും.